കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ നിങ്ങളെല്ലാം കണ്ടിരിക്കാൻ സാധ്യതയുള്ളൊരു വീഡിയോ ഉണ്ട്. ചവറ, അടൂർ, പന്തളം ഈ റൂട്ടിൽ ഓടുന്ന സുനിൽ എന്ന് പറഞ്ഞ ബസ്സിനകത്ത് ഒരാൾ ഫുട്ബോർഡിൽ നിന്ന് താഴേക്ക് വീഴുന്നു. പെട്ടെന്ന് തന്നെ മറ്റെന്തോ കാര്യം ചെയ്തുകൊണ്ടിരുന്ന കണ്ടക്ടർ ഒരു കൈ കൊണ്ട് ഒരു പുള്ളിയെ പിടിച്ച് താഴെ വീഴാതിരിക്കാൻ ഡോറ് തുറന്നു പോകുന്നുണ്ട്. കൈ കൊണ്ട് പിടിച്ച് പുള്ളിയെ രക്ഷിക്കുന്നു. അത് പുള്ളി ഒരു സൂപ്പർ ഹീറോ ആയിട്ട് മാറുന്നു. ഓൺലൈൻ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മുഴുവൻ ചർച്ചയായ ഒരു സംഭവമാണ് ഈ പറഞ്ഞ സംഗതി. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു മെക്കാനിസം എന്ന് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. പലപ്പോഴും ഓൺലൈൻ മീഡിയയൊക്കെ അതിനെ അല്ലെങ്കിൽ ടൈറ്റിലൊക്കെ വന്നത് ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അദൃശ്യകരമാണോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അദൃശ്യകരം ആവശ്യമാണോ ഇങ്ങനെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ പുള്ളി സൂപ്പർ ഹീറോ സ്ട്രെങ്ത് ഉള്ള ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ എബിലിറ്റി ഉള്ള ഒരാളാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊന്ന് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഈ പറയുന്ന കാര്യത്തിന് പറയുന്ന പേര് റിഫ്ലക്സ് ക്യാച്ച് എന്നാണ്. റിഫ്ലക്സ് ക്യാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഉദാഹരണത്തിന് സ്പോർട്സിലൊക്കെ ട്രെയിൻ ചെയ്യുന്നവർ, ക്രിക്കറ്റോ അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള സ്പോർട്സ് അല്ലെങ്കിൽ ചില മാർഷൽ ആർട്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരെല്ലാം റിഫ്ലക്സ് ക്യാച്ചുകൾ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതിന് മുമ്പ് നിങ്ങളിപ്പോൾ അല്ലാതെ തന്നെ ഇപ്പോൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും കാണാൻ കഴിയുന്ന ചില വീഡിയോകളുണ്ട്. ഉദാഹരണത്തിന് ഒരു റിപ്പോർട്ടറുമായിട്ട് ഒരു ബേസ്ബോൾ പ്ലെയർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ബോൾ പുള്ളിയുടെ അടുത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ടറിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ആ ക്യാമറയിൽ കിട്ടിയൊരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ പുള്ളി അതിൽ നോക്കുന്നത് പോലുമില്ല, അല്ലാതെ തന്നെ കൈ ഉയർത്തി ആ പന്ത് പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്, ഈ റിപ്പോർട്ടറുടെ ദേഹത്ത് വീഴാതെ. അതിനുശേഷമാണ് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ബോൾ വരുന്നതിനനുസരിച്ച് ക്യാമറയിൽ ഒരു ക്യാമറ മാറ്റാനായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇയാൾക്കിത് സാധിച്ചത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മളൊരു സൂപ്പർ ഹ്യൂമൻ എബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. ഇതല്ലാതെ തന്നെ ഇപ്പോൾ കുട്ടികളുമായിട്ടിരിക്കുന്ന പേരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ താഴേക്ക് വീഴുന്നു, വായിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മൊബൈലിരിക്കുന്ന പേരൻറ്റ് അത് നോക്കാതെ തന്നെ ആ കുട്ടിയെ ഒരു കൈ കൊണ്ട് പിടിച്ചെടുക്കുന്നതോ, അല്ലെങ്കിൽ കുട്ടികളുടെ തലയിൽ ബുക്ക് വീഴാൻ പോകുമ്പോഴത്തേക്കും നോക്കാതെ തന്നെ അമ്മ പിടിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള വീഡിയോകൾ കാണാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ പൊതുവേ ഒരു വളരെ ഫാസ്റ്റ് റിഫ്ലക്സ് ഉള്ള ഒരാളെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റിഫ്ലക്സ്? റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു തീയിലേക്ക് കൈ കൊണ്ടുപോവുകയാണെങ്കിൽ കൈ പൊള്ളുന്നു. കൈ പൊള്ളുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം, നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ തീയാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ കൈ നമ്മൾ പിൻവലിക്കാറുണ്ട്, മസിലുകൾ വർക്ക് ചെയ്യാറുണ്ട്, കൈ പെട്ടെന്ന് പിൻവലിക്കാറുണ്ട്. അല്ലെങ്കിൽ കണ്ണിലേക്ക് ശക്തിയായ ഒരു പ്രകാശം കണ്ണിലേക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമണി ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ ആലോചിച്ചിട്ട് കൃഷ്ണമണി ചുരുങ്ങുന്നതല്ല, അല്ലാതെ തന്നെ കൃഷ്ണമണി ചുരുങ്ങുന്ന കാണാൻ പറ്റും. മുട്ടിന് താഴെ കട്ടിയുള്ള ഒരു വസ്തു കൊണ്ട് തട്ടുകയാണെന്നുണ്ടെങ്കിൽ കാല് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനെല്ലാം നമ്മൾ പൊതുവെ റിഫ്ലക്സ് ആക്ഷൻ എന്നാണ് പറയുന്നത്. മസ്തിഷ്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവോൾവ് ചെയ്ത അല്ലെങ്കിൽ പരിണമിച്ച ഒരു ട്രെയ്റ്റാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ്റെ ബേസിക് മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അത് ഇൻവോളണ്ടറി ആയിരിക്കണം, നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്നതായിരിക്കണം. എങ്ങനെയാണോ ഹൃദയം ഇടിക്കുന്നത്, എങ്ങനെയാണോ പെരിസ്റ്റാലിസിസ് അല്ലെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ നടക്കുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയാതെയാണ് ചെയ്യുന്നത്, അതുപോലെ നടക്കുന്ന ഒരു കാര്യമായിരിക്കണം. അപ്പോൾ ഒന്ന്, ഒരു സെൻസറി പെർസെപ്ഷൻ വേണം. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് നമ്മൾ അറിയാതെ നടക്കണം. മൂന്നാമത്തെ കാര്യം, ഇമീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസ് വരണം. ഇത്രയും കൂടി ചേരുമ്പോഴാണ് ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി തീയുടെ ഉദാഹരണം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആ പൊള്ളലേറ്റ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വന്ന ഉടനെ തന്നെ നമ്മുടെ കൈയുടെ അറ്റത്ത് നിന്ന് ആ ടെമ്പറേച്ചർ വേരിയേഷൻ സെൻസ് ചെയ്ത ന്യൂറോൺ, ഒരൊറ്റ ന്യൂറോൺ ആണെന്ന് ആലോചിക്കുക, നേരെ നമ്മുടെ സ്പൈനൽ കോളത്തിലേക്ക് അത് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ന്യൂറോൺ പൊതുവേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത് ഒരു ഹെഡ് പോലത്തെ ഒരു പോർഷനും ഡെൻഡ്രോണും ആക്സോണും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക ഷേപ്പിലാണ് നമ്മൾ സ്കൂളിലൊക്കെ പടം വരച്ച് ന്യൂറോണിൻ്റെ പടം വരയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ വരയ്ക്കുന്നത്. പക്ഷേ ഇതൊരു സെൻസറി ന്യൂറോണിൻ്റെ ഷേപ്പ് കുറച്ച് വ്യത്യാസമാണ്. വളരെ നീളമുള്ള, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഏറ്റവും നീളമുള്ള കോശങ്ങളിൽ ഒന്നാണ് ന്യൂറോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നീളമുള്ള കോശമാണ് ന്യൂറോൺ എന്ന് വേണമെങ്കിൽ പറയാം. 1 മീറ്റർ വരെയൊക്കെ നീളമുള്ള ന്യൂറോൺ ഉണ്ട്. അപ്പോൾ ഈ സെൻസറി ന്യൂറോൺ വഴി ഒരു ഇമ്പൾസ് സ്പൈനൽ കോഡിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഡോർസലായിട്ടുള്ള വശത്ത് എത്തുകയും നമ്മൾ എന്താണോ അത് ആക്ഷൻ ചെയ്യേണ്ടത്, ഇപ്പോൾ ഉദാഹരണത്തിന് പെട്ടെന്ന് എൻ്റെ കൈയുടെ ബൈസെപ്സ് ആണ് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിനേക്ക് ഒരു ഇമ്പൾസ് കൊടുക്കുകയും നമ്മൾ ബ്രെയിൻ അറിയുന്നതിന് മുമ്പ് തന്നെ ചെയ്യുകയും ചെയ്യും. ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഒരു മൂന്നാമതൊരു ന്യൂറോൺ കൂടെ ഉണ്ട് ഈ ഒരു സർക്യൂട്ടിനകത്തെങ്കിലും പ്രധാനമായിട്ട് ഇത് രണ്ടും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ കാര്യം സംഭവിച്ചു കഴിയുന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മളൊരു റിഫ്ലക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് മൊത്തത്തിൽ ആ ഒരു റിഫ്ലക്സ് ആർക്കെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യമാണോ നടക്കുന്നത്? അല്ല. ഇവിടെ ഇദ്ദേഹം എന്താണ് ചെയ്തത്, ഒരു 3D സ്പേസിൽ, ഇപ്പോൾ ഒരു പന്ത് പിടിക്കുന്ന എക്സാമ്പിൾ തന്നെ ആയിരിക്കും, 3D സ്പേസിൽ പന്ത് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കണം. XYZ ആക്സിസിൽ എവിടെയാണ് ആ പന്ത് എന്നുള്ളത് മനസ്സിലാക്കി ബ്രെയിൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മസിൽ കൊണ്ട് മൂവ് ചെയ്ത് ആ പന്തിനെ പിടിക്കണം. ഇത് വളരെ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് വഴി ഇപ്പോൾ ബേസ്ബോൾ പ്ലെയേഴ്സ് ആയാലും അല്ലെങ്കിൽ മാർഷൽ ആർട്ടിസ്റ്റുകൾക്കായാലും ഒക്കെ അവർക്ക് ഒരു സ്പേഷ്യൽ മെമ്മറിയും അതുപോലെ ഒരു ഇമ്പൾസിനോട് ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അവർ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺഷ്യസ്ലി അവർ ചിന്തിക്കാതെ തന്നെ അവർക്കത് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. ഇതിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കിനസ്തെറ്റിക് അവയർനെസ്സും പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ.
ഇപ്പോൾ എന്താണ് കിനസ്തെറ്റിക് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിൽ എവിടെയാണ് നമ്മുടെ കൈകാലുകൾ എല്ലാം ഉള്ളത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണയുണ്ട്. പ്രോപ്രിയോസെപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് കണ്ണടച്ചത് കൊണ്ട് തന്നെ വളരെ കൃത്യമായി മൂക്കിൽ കൈ കൊണ്ട് തൊടാൻ കഴിയുന്നത് എൻ്റെ കൈയുടെ പൊസിഷനും എൻ്റെ മൂക്കിൻ്റെ പൊസിഷനും ബ്രെയിനിൽ ഓൾറെഡി മാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഇതിനെയാണ് നമ്മൾ പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നത്. പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പഞ്ചേന്ദ്രിയങ്ങളെല്ലാം നമുക്ക് വേറെയും ഒരുപാട് ഇന്ദ്രിയങ്ങളുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം. അങ്ങനെയുള്ള പ്രോപ്രിയോസെപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത് കൊണ്ടും ഈ പന്ത് ഒരു സ്ഥലത്ത് വരുന്ന സമയത്ത് ഇപ്പോൾ അതിൻ്റെ ശബ്ദം ഉണ്ടാവും, അതിൻ്റെ വിഷ്വലായിട്ടുള്ള ഇതുണ്ടാവും, ഇതെല്ലാം ഇതിനു മുമ്പ് അയാൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ബ്രെയിനിൻ്റെ ചിന്തിക്കുന്ന ഭാഗങ്ങൾ ഇൻവോൾവ് ആവാതെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ മില്ലി സെക്കൻഡുകൾ കൊണ്ട് തന്നെ റിയാക്ട് ചെയ്യാനായിട്ട് മനുഷ്യൻ ട്രെയിൻഡ് ആണെന്നുള്ളതാണ്. ഇവിടെ പന്ത് പിടിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പരിണാമപരമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നേരെ വരുന്ന എന്തെങ്കിലും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ജീവികൾ മാത്രമേ അതിജീവിച്ചിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിഫ്ലക്സ് ആക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്സ് എന്ന് പറയുന്നത് ഈവൻ ബ്രെയിൻ പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കുന്ന ഏരിയകൾ ഇല്ലാതെ തന്നെ ഇത് പിടിക്കാനുള്ള കഴിവ് നമുക്കുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ മറിഞ്ഞു വീഴുമ്പോൾ രക്ഷിക്കാൻ കഴിയുന്ന മാതാപിതാക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് അടച്ചുകൊണ്ട് തന്നെ പിടിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മുഖത്തിന് നേരെ പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പിടിച്ചു മാറ്റുന്നതും ഒക്കെ ഈ പറയുന്ന ആക്ഷനുള്ളതുകൊണ്ടാണ്. അതാണ് റിഫ്ലക്സ് ക്യാച്ച്. അപ്പോൾ റിഫ്ലക്സ് ക്യാച്ച് എന്ന് പറഞ്ഞത് തന്നെ പലരും ട്രെയിൻ ചെയ്ത് ആ ഒരു കാര്യത്തിനകത്ത് പെർഫെക്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പരമാർത്ഥം. അപ്പോൾ റിഫ്ലക്സ് ആക്ഷനും റിഫ്ലക്സ് ക്യാച്ചും തമ്മിൽ എന്താ പറയുക, രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. റിഫ്ലക്സ് ആക്ഷൻ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു, റിഫ്ലക്സ് ക്യാച്ച് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു പ്രോപ്രിയോസെപ്ഷൻ്റെ റോൾ കുറച്ചുകൂടെ കൂടുതലാണ്. എന്നാലും കോൺഷ്യസ് ആയിട്ടുള്ള ബ്രെയിൻ ആക്ടിവിറ്റി ഇല്ലാതെ തന്നെ ഈ പറയുന്ന കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള എബിലിറ്റി അല്ല. ഓരോരുത്തരുടെ റിയാക്ഷൻ ടൈമും കാര്യങ്ങളൊക്കെ വേറെ ഇരിക്കും. ഇദ്ദേഹത്തിന് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ടൈം ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ കണ്ടക്ടർ എന്ന് പറയുന്നത്. പുള്ളി ചെയ്തത് ആലോചിച്ചും കണ്ടും ഇയാളെ രക്ഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയല്ല. അതൊരു വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ വിത്തൗട്ട് ഹിസ് കോൺഷ്യസ് ബ്രെയിനിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ പുള്ളിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ വരാൻ സാധ്യതയുള്ള കമൻറ്റുകൾ, നല്ല കാര്യം ചെയ്താലും നിങ്ങളാരും നല്ലത് പറയില്ല. ഞാൻ നല്ല കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിശദീകരിച്ചതുപോലെ ദൈവത്തിൻ്റെ കരങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് പരിണാമപരമായി കിട്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ തന്നെയാണ് എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ വീണ്ടും ഓർമ്മിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇനി മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ പെട്ടെന്ന് വീഴുന്ന ഒരാളിനെ രക്ഷിക്കണം എന്ന് ആലോചിച്ചിട്ട് രക്ഷിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം സമയം വേണ്ടി വരും എന്ന് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ ഒരിടത്ത് വെച്ചിരിക്കുന്നു. ആ ഫോണിനെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എണീറ്റ് പോയി എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളൊരു റിഫ്ലക്സ് ആക്ഷനായിട്ടല്ല പറയുന്നത്. അതൊരു കോൺഷ്യസ് ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇതുപോലെയുള്ള ഷോർട്ട് കട്ടുകൾ പരിണാമപരമായി തന്നെ ബ്രെയിനിന് കിട്ടിയിട്ടുള്ളതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ വിത്തൗട്ട് തിങ്കിങ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി കൈകൊണ്ട് അല്ലെങ്കിൽ ആ ആക്ഷൻ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ സ്ലോ ആയിട്ട് നമ്മൾ കോൺഷ്യസ്ലി എടുക്കുന്നതും ഈ പറഞ്ഞ ആക്ഷനുകളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അത് മെറ്റബോളിക്കലി ഇൻഎക്സ്പെൻസീവ് ആണ്, ഒരു ലൈഫ് സേവിങ് ആണ്. അവനവൻ്റെ ലൈഫോ കൂടെയുള്ളവരുടെയോ കിന്നിൻ്റെയോ മക്കളുടെയോ ഒക്കെ ലൈഫ് രക്ഷിക്കാനായിട്ട് സഹായകരമായതുകൊണ്ട് ആ ട്രേറ്റ് നമുക്കിപ്പോഴും കാണാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയും പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം. അതുവരെ ബൈ.